ചെയ്യാൻ പറ്റുന്ന ഈ പ്രോഗ്രാം ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു, ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചു, ഒരുപാട് ആളുകൾ അത് പ്രയോജനപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് വന്നു. അപ്പൊ ആ ഒരു ഇഷ്ടം എന്നോട് തോന്നിയിട്ട് അവരെന്റെ പേരിനോട് കൂടി ബാബയും കൂടെ ചേർത്തു. അങ്ങനെ അലക്സാണ്ടർ എന്ന പേരുള്ള ഞാൻ ബാബ അലക്സാണ്ടറായി. അതാണ് ഈ പേരിന്റെ പിന്നിലുള്ള ചരിത്രം. അപ്പൊ ഈ ബാബ ഈസി ഇംഗ്ലീഷ് എന്ന ഈ പ്രോഗ്രാമിന് ഞാൻ പേരിടാൻ കാര്യം, ഈ പ്രോഗ്രാമിൽ വരുന്ന ആളുകളെല്ലാം കുട്ടികളാകണം. അപ്പൊ കുട്ടികളാകാൻ വേണ്ടിയിട്ട് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാബ എന്നിട്ടത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്ന പേരാണ് ബാബ. അപ്പൊ അങ്ങനെയാണ് ഈ ബാബ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാബയല്ല ഞാൻ, കുട്ടി എന്നുള്ള അർത്ഥത്തിലുള്ള ബാബയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ 2004 തുടങ്ങിയതാണ്. ഇത് ന്യൂഡൽഹി കേന്ദ്രമാക്കിയിട്ട് വനിതകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയാണ്. അപ്പൊ അതുമായിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഞാൻ ഈ തടിക്കാടിന്റെ തൊട്ടടുത്ത സ്ഥലമായ വാളകത്താണ് എന്റെ ജന്മസ്ഥലം. ഏതാണ്ട് 25 വർഷം മുമ്പ് വളരെ സജീവമായി വാളകത്തും പരിസരത്തും ഒക്കെയുള്ള കാര്യങ്ങളും സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ഞാൻ നടത്തി. പിന്നീട് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു 10 വർഷത്തോളം കോഴിക്കോട് പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പൊ ആ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി ഇതിന്റെ ക്ലാസ്സുകൾ നടത്തുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല യാത്രകളൊക്കെ നടത്തിയ വ്യക്തി. പിന്നീട് ഒരു 10 വർഷം എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ 10 വർഷം ഡൽഹിയെ കേന്ദ്രീകരിച്ച് കുറെ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ അമ്മയ്ക്കൊക്കെ പ്രായമായി, കുറച്ചാൾ ഇനി നാട്ടിൽ നിൽക്കാണ്. ആ സമയത്തൊരു ഭാഗ്യം പോലെ കോവിഡ് വന്നു. അപ്പൊ എല്ലാവർക്കും കോവിഡ് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയപ്പോൾ എനിക്ക് കോവിഡ് ഒരു അനുഗ്രഹമായിട്ടാണ് മാറിയത്. അതുവരെ ഈ ക്ലാസ്സുകളെല്ലാം ഓഫ്ലൈനായിട്ടും മീറ്റിങ്ങുകളെല്ലാം നേരിട്ടാണ് നമ്മൾ നടന്നത്. കോവിഡ് വന്നതിന് ശേഷം എനിക്കുണ്ടായ വലിയൊരു നേട്ടം, ഈ മീറ്റിങ്ങുകളെല്ലാം ഓൺലൈനായിട്ട് നടത്താൻ പറ്റും. എനിക്ക് എന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും എനിക്ക് ഈ സംഘടനയുടെ മീറ്റിങ്ങുകളും പ്രവർത്തകരുടെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടി കണക്കെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചാൾ ഇനി നാട്ടിൽ നിൽക്കാം. അങ്ങനെ ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒരു 3 വർഷം മുമ്പാണ് നാട്ടിൽ വന്നത്. കോവിഡിന് ശേഷമാണ്. അഞ്ചൽ കേന്ദ്രീകരിച്ച്, പുനലൂർ കേന്ദ്രീകരിച്ച്, കൊളത്തൂപ്പുഴ കേന്ദ്രീകരിച്ച് 3 സെന്ററുകൾ തുടങ്ങി. പുല്ലൂർ താലൂക്കിലുള്ള സ്കൂൾ കുട്ടികള്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരുന്നത്. സംഘടനയ്ക്ക് എപ്പോഴും ഒരു പരിമിതികളുണ്ട്. അപ്പോൾ ഒരു